ഹായ് ഗായ്സ്, ഈ വീഡിയോ +1 റിസൾട്ട് വന്നപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. ആക്ച്വലി നിങ്ങളുടെ റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ആക്ച്വലി 4 മാർഗങ്ങളാണ് മുന്നോട്ടുള്ളത്. എന്താന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ വേർഡുകൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. 10ാം ക്ലാസ്സിന്റെ സമയത്ത് ചില വേർഡ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതിലൊന്നാണ് സ്ക്രൂട്ടിനി, മറ്റൊന്നാണ് റീവാലുവേഷൻ, മറ്റൊന്നാണ് ഫോട്ടോ കോപ്പി, മറ്റൊന്നാണ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, പറഞ്ഞു തരട്ടെ. ഓരോന്നും നമ്മൾ വ്യത്യാസം പറഞ്ഞു തരാം. പിന്നെ അതേപോലെ എന്താണ് ഓരോന്നിന്റെ പ്രത്യേകത, അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും പറഞ്ഞുതരാം. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എളുപ്പത്തിൽ ഫോട്ടോ കോപ്പി പറയാം. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ആൻസർ ഷീറ്റ് ഇല്ലേ, ആ ആൻസർ ഷീറ്റ് ടീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, വാല്യൂ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ കോപ്പി ആയിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കയ്യിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എത്ര ചിലവ് വരുന്നത്, ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾക്ക് ഒരു പേപ്പറിന് 300 രൂപ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഫോട്ടോ കോപ്പി, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 300 രൂപ. അപ്പോൾ ചിലർക്ക് ഒരു പേപ്പർ, അത് ഒരു പേജിനാണോ, അല്ലടാ ഇപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ 10 പേപ്പറാണ്, അതായത് ആ ഒരു എക്സാം സെറ്റാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതാണ് ഫോട്ടോ കോപ്പി. ഫോട്ടോ കോപ്പി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയതിൽ നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി അപ്ലൈ ചെയ്യാം. ഒരു സബ്ജക്റ്റിന് 300 രൂപ. എത്ര സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുക്കാം കേട്ടോ, നോ പ്രോബ്ലം. അടുത്തതാണ് എന്ത്, സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഏതാണ് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്? സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് സ്ക്രൂട്ടിനി വിൻഡോ ക്ലോസ് ചെയ്തിട്ടുണ്ടാകും. ആക്ച്വലി അതിലൊരു ലോജിക്ക് ഇല്ല സത്യത്തിൽ. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേപ്പർ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പേപ്പർ വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലെ മാർക്കുകൾ എന്തില്ല, പ്രോപ്പറായി കണക്ക് കൂട്ടിയിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ക്വസ്റ്റ്യന് 2 മാർക്ക്, 3ാം ക്വസ്റ്റ്യന് 2 മാർക്ക്, അങ്ങനെയൊക്കെ കറക്റ്റ് ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അത് കൂട്ടുന്നതിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് അത് കൂട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നമ്പർ കംപ്ലീറ്റ്ലി മിസ്സായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിൻലി സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക്, പേപ്പർ വാല്യൂ ചെയ്തപ്പോൾ ലഭിച്ചിരിക്കുന്ന മാർക്ക് കൂട്ടിയതിലുള്ള മിസ്റ്റേക്സ് ആണ് കാര്യമായിട്ട് സ്ക്രൂട്ടിനിയിൽ കൺസിഡർ ഉള്ളൂ. അപ്പോൾ സ്ക്രൂട്ടിനിയുടെ ഡെഫിനേഷൻ തന്നെ എന്താ പറയുക, എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതിൽ ആൻസർ ഷീറ്റിൽ അൺആൻസേർഡ് ആയുള്ള ആൻസേഴ്സും പിന്നെ അതേപോലെ ടോട്ടൽ ഫൈനൽ മാർക്കിലുള്ള അക്യുറസിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. മിസ്കാൽക്കുലേഷൻസ് മാത്രം, അല്ലാതെ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഓരോ ഉത്തരങ്ങൾ എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. സ്ക്രൂട്ടിനിക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് എത്ര അറിയോ, ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഒരു പേപ്പറിന് 100 രൂപയേ വരുന്നുള്ളൂ. പക്ഷേ സ്ക്രൂട്ടിനി നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് റീവാലുവേഷനാണ് ആക്ച്വലി ലോജിക്കൽ. സ്ക്രൂട്ടിനി നിങ്ങൾക്ക് എത്ര പേപ്പർ വേണമെങ്കിലും കൊടുക്കട്ടെ, നിങ്ങൾക്ക് ഒരുപാട് പൈസ നിങ്ങൾക്ക് എല്ലാ പേപ്പറും കണക്ക് കൂട്ടിയാലും മിസ്റ്റേക്ക് ഉണ്ട് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ചാൻസ് വളരെ കുറവുണ്ട്. സ്ക്രൂട്ടിനിയിലൊന്നും ഇല്ല, ഇപ്പോൾ ഇന്നത്തെ കേസിലൊന്നും എന്തില്ല, വരാറില്ല കേട്ടോ. ഇനി അടുത്താണ് റീവാലുവേഷൻ. റീവാലുവേഷൻ്റെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതെന്താണ്, അതിൽ ആക്ച്വലി സ്ക്രൂട്ടിനി കൂടി ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ സ്ക്രൂട്ടിനി കൂടി അതിൽ ഇൻക്ലൂഡഡാണ്. അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടിയ തെറ്റുകളൊക്കെ അവിടെ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. റീവാലുവേഷൻ കേസിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടീച്ചർ എന്ത് ചെയ്യും, വീണ്ടും പേപ്പർ നോക്കും, നിങ്ങളുടെ ആൻസർ ഷീറ്റ് വീണ്ടും വാല്യൂ ചെയ്യും. നിങ്ങൾ എഴുതിയ ഓരോ ഉത്തരങ്ങൾക്കും അവരെന്ത് ചെയ്യും, അവരുടെ ഒരു മാർക്ക് ഇടും. അവരുടെ ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്കില്ലേ, ആ മാർക്കുമായിട്ട് താരതമ്യം ചെയ്യും. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്ക് ഗ്രേഡും അല്ലല്ലോ, മാർക്കാണ്. ആ മാർക്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫിസിക്സിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 40 മാർക്കാണ്. റീവാലുവേഷന് കൊടുത്തത് 41 ആയാൽ നിങ്ങളുടെ പുതിയ മാർക്ക് ഏതായിരിക്കും, 41 ആയിരിക്കും കൺസിഡർ ചെയ്യുക. പഴയ മാർക്കിനേക്കാൾ ഏതാണോ വലുത് അതാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ചിലർക്ക് സംശയം, അപ്പോൾ സാറ് മാർക്ക് കുറയില്ല, നിങ്ങൾക്ക് ഇനി 39 മാർക്കാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ, പുതിയ ടീച്ചർ നോക്കിയ സമയത്ത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് 39 മാർക്ക് കിട്ടിയതൊന്ന് കുറഞ്ഞു, പേടിക്കേണ്ട. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതിൽ ഏതാണോ ഹയർ, അതായത് 40 തന്നെ കൺസിഡർ ചെയ്യും. അപ്പം റീവാലുവേഷൻ ചെയ്ത് നിങ്ങളുടെ മാർക്ക് ഒരു കാരണവശാലും കുറയില്ല. ഇനി മറ്റൊരു കാര്യം എന്താണ്, സ്ക്രൂട്ടിനി അവിടെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ ടീച്ചർ ചെയ്ത മാർക്ക് കണക്ക് കൂട്ടല്ല, ഇവർ പുതുതായിട്ട് മാർക്ക് ഇടും. അപ്പോൾ എന്തായാലും കൂട്ടി നോക്കുമല്ലോ, അപ്പോൾ അതേ പിന്നെ മിസ്റ്റേക്ക് ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചിലവേറിയ പരിപാടിയാണ്. ഒരു സബ്ജക്റ്റിന് 500 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പോലെ സബ്ജക്റ്റിലൊക്കെ ചിലപ്പോൾ റീവാലുവേഷൻ കൊടുത്താൽ റിസൾട്ട് ഉണ്ടാവും. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം, റീവാലുവേഷൻ നിങ്ങൾ പൈസ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ആ 500 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എപ്പോഴറിയോ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് 40 മാർക്ക്, പുതിയ ടീച്ചർ പേപ്പർ നോക്കിയപ്പോൾ 44 അതായത് 10% മുകളിൽ മാർക്ക് കൂടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തിരിച്ചു തരും. 40 41 ആയാൽ 10% അല്ല, ചെറിയ പെർസെൻറ്റേജിലുള്ളൂ, അത് തിരിച്ചു തരില്ല. അത് 2.5% ഉള്ളൂ, അത് തരില്ല. 40 44 അതായത് 10% മുകളിൽ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരും. ഓക്കെ, പക്ഷേ ആ പൈസയിലേക്കാൾ കാര്യം നമ്മളെ മാർക്ക് കൂടുക എന്നുള്ളത് തന്നെയാണ്. ഇനി ലാസ്റ്റ് വൺ ഈസ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീണ്ടും എക്സാം എഴുതാം.
ഇതിൽ ലിമിറ്റ് ഉണ്ട്. 3 സബ്ജക്റ്റേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അത് ഏതെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് വേണേലും ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങളുടെ +1 നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഒരു എക്സാം എഴുതാൻ പോവുകയാണ്. പക്ഷേ ഈ എക്സാം എപ്പോഴാണ് ഉണ്ടാവുക, ഇനി മാർച്ച് 2026 അതായത് നിങ്ങൾ +2 എക്സാമിന് ശേഷം, +2 എക്സാം ആയിരിക്കും നിങ്ങൾ ആദ്യം എഴുതാൻ പോകുന്നത്. മാർച്ച് ഫസ്റ്റ് വീക്ക് എഴുതും. ശേഷം മാർച്ച് ലാസ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, +1 ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടാവും. അത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും. ഈ 3 അപ്ലിക്കേഷൻ ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഡേറ്റ് വന്നിരിക്കുന്നത് എത്ര അറിയോ, ഡേറ്റ് വന്നിരിക്കുന്നത് ജൂൺ 10 ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയും കൂടി ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജൂൺ 10 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതിൽ ഏതാണോ ചെയ്യുന്നത്, സ്ക്രൂട്ടിനി ചെയ്യുന്നതിൽ കാര്യമില്ല, കുറച്ചുകൂടി പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറ്റുകയാണ് റീവാലുവേഷന് കൊടുക്കാം. അതിൽ ഓട്ടോമാറ്റിക്കലി സ്ക്രൂട്ടിനി ഉണ്ട്. അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിയാണെങ്കിൽ ഫോട്ടോ കോപ്പിയും കൊടുക്കാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾ പഠിച്ച സ്കൂളില്ലേ, അവിടെ നിങ്ങൾ ക്ലാസ് ടീച്ചറോട് പറഞ്ഞാൽ മതി. ക്ലാസ് ടീച്ചറോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇതുപോലൊരു ഫോം ഉണ്ട്, ആ ഫോം നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മിക്കവാറും നിങ്ങളോട് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടീച്ചേഴ്സിന് പൈസ കൊടുത്താൽ അവരെന്നെ ചെയ്തു തരും. മിക്കവാറും സ്കൂളും അവരെന്നെ ചെയ്യാറുണ്ട്. ഇനി ചില സ്കൂളുകൾ നമ്മളോട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ പോയി ചലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കേണ്ടി വരും. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി സ്കൂളിൽ തന്നെ ചെയ്യും. ഇനി ഓപ്പൺ സ്കൂളോ മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിലാണെങ്കിൽ അവർ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. ഈ ഫോം നിങ്ങൾ ഏത് എക്സാമാണോ, എവിടെയാണ് എക്സാം എഴുതി അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നുമില്ല, ഇതിൽ നിങ്ങളുടെ ഏതൊക്കെ പേപ്പറാണ് ചെയ്യുക, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി, ഇതേപോലെ വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് മാർക്ക് കൂട്ടിയതിൽ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഞാൻ ഈ മാർക്കിനെ ഡിസേർവ് ചെയ്യുന്നെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണ്, റീവാലുവേഷൻ. അതിൻ്റെ കൂടെ നമുക്കൊരു ഉറപ്പിന് വേണ്ടി ഫോട്ടോ കോപ്പിയും കൂടി കൊടുക്കാം. ഇനി കേസിനൊക്കെ ചില ആൾക്കാർ പോകാറുണ്ട്. അതായത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇതിൽ വലിയ പ്രശ്നം, അതിൻ്റെ റീവാലുവേഷൻ ചെയ്തിട്ടും കൂടിയില്ല എന്ന് പറഞ്ഞാൽ കേസിനൊക്കെ പോകുമ്പോൾ ഫോട്ടോ കോപ്പി ലീഗലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ കൂടിയ ചരിത്രമൊക്കെ കേരളത്തിലുണ്ട്. പക്ഷെ അത്ര പോസിബിളായ കേസൊന്നുമല്ല. ഇതേപോലെ കൂടുതൽ വീഡിയോസ് നമ്മൾ ഈ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഡോണ്ട് ഫോർഗെറ്റ് +2 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് താഴെ യൂസ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യണേ.